ഈശോയിൽ ഏറ്റവും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛ, മാതാപിതാക്കളെ, എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ, കുരിശിന്റെ വഴി പ്രാർത്ഥനയുടെ ഓരോ സ്ഥലങ്ങളും നാം ധ്യാനിക്കുമ്പോൾ പല സംഭവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം യേശു കുരിശിൽ വഹിച്ചുകൊണ്ട് മലമുകളിലേക്ക് അവശനായി കയറുന്നതാണ്. ഈ ചിത്രം ദൈവസ്നേഹത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിന്റെ ചിത്രത്തിന് മുമ്പിൽ ജാതി മത വ്യത്യാസങ്ങൾ ഒന്നും കൂടാതെ എല്ലാവരും കടന്നു വരുന്നു അവനിൽ ആശ്രയം വെക്കുന്നത്. ക്രിസ്തുവിന്റെ കുരിശിന്റെ മുമ്പിൽ ഒരു കണ്ണാടിയിൽ എന്ന പോലെ നമ്മുടെ ജീവിതത്തെ കാണുവാനും താരതമ്യപ്പെടുത്തുവാനും തിരുത്തലുകൾ നടത്തുവാനും നമുക്ക് സാധിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്റെ തോളിന്മേൽ കുരിശ് ചുമക്കുവാൻ തയ്യാറാകുന്ന യേശു. ഇത് വീരകഥയിലെ നായകന്റെ പരിവേഷമല്ല വെളിപ്പെടുത്തുന്നത്, മറിച്ച് തിരുവെഴുത്തുകളുടെ പൂർത്തീകരണവും വാഗ്ദാനങ്ങളുടെ സാക്ഷാത്കാരവുമാണ്. യേശുവിന്റെ വേദനയല്ല കുരിശിലൂടെ നമ്മെ രക്ഷിക്കുന്നത്, മറിച്ച് സ്നേഹമാണ്. 2000 വർഷങ്ങൾക്കിപ്പുറവും സകല ജനപദങ്ങളെയും വിസ്മയിപ്പിക്കുന്ന സ്നേഹം. ക്രിസ്തു കാട്ടുന്ന ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലും തുടരേണ്ടതാണ്. അതിനാലാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇപ്രകാരം പറഞ്ഞത്: ക്രിസ്ത്യാനി തന്റെ വേദനയുടെ അർത്ഥം അതിൽ തന്നെ തിരയേണ്ടവനല്ല, മറിച്ച് അവൻ തിരയേണ്ടത് വേദനയിലെ സ്നേഹത്തെയാണ്. കുരിശ് ചുമന്നുകൊണ്ടുള്ള യേശുവിന്റെ യാത്രയിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിന്റെ അഗാധത മനസ്സിലാകണമെങ്കിൽ അതിനു മുമ്പുണ്ടായ നിമിഷങ്ങളെ പറ്റി കൂടി നാം ധ്യാനിക്കേണ്ടതാണ്. അവസാന അത്താഴ സമയത്താണ് യേശുവിന്റെ സ്നേഹം അതിന്റെ മൂർധന്യതയിൽ വെളിപ്പെടുത്തുന്നത്. താൻ ഏറെ സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരുമായി അത്താഴം കഴിക്കുവാൻ ഒന്നിക്കുന്നു. ഇത് കൂട്ടായ്മയുടെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിനായി അവരുടെ പാദങ്ങളിലേക്ക് ശിരസ് നമിക്കുന്ന ക്രിസ്തു എളിമയുടെ സ്നേഹത്തെയും വെളിപ്പെടുത്തുന്നു. തുടർന്ന് തന്നെ ഒറ്റക്കൊടുക്കുവാൻ തക്കം പാർത്തിരിക്കുന്നതിന് പോലും മുത്തം നൽകിക്കൊണ്ട് ക്ഷമയുടെ വലിയ പാഠം നൽകുന്ന സ്നേഹം. പ്രത്യുപകാരങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെയുള്ള യേശുവിന്റെ ഈ സ്നേഹത്തിന്റെ പ്രവർത്തികളുടെ പൂർത്തീകരണമാണ് തുടർന്ന് കാൽവരി കുന്നിലേക്കുള്ള യാത്രയിൽ നാം അനുഭവിക്കുന്നത്. തന്റെ കുരിശിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ എല്ലാ ഭാവങ്ങളും നമുക്ക് കാണാവുന്നതാണ്. കുരിശിന്റെ വഴി നമ്മെ ദൈവത്തോട് കൂടുതൽ അടുത്ത് കൊണ്ടുപോകുന്ന ഒരു പരിശുദ്ധ യാത്രയാണ്. ഈ വഴിയെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് അരുൾ ചെയ്ത പാപികളായ നാം ഓരോരുത്തർക്കും വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഉത്തമമായ മാതൃകകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വഴികാട്ടിയാകേണ്ടത്. യേശുവിന്റെ